വാർത്തകളിലേക്ക്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഹൈക്കമാൻഡ് ഇന്ന് പുറത്തിറക്കും. സ്ഥാനാർത്ഥികളെ ചൊല്ലി ഉമ്മൻചാണ്ടിയും VM സുധീരനും തമ്മിലുള്ള ഭിന്നത പരിഹരിക്കപ്പെടാതെയാണ് പട്ടിക പുറത്തിറങ്ങുന്നത്. ദില്ലിയിൽ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. വീണ്ടും തെരഞ്ഞെടുപ്പ് സമിതിയിൽ കൊണ്ടുവന്ന് അവിടെ വീണ്ടും ചർച്ചകളിലൂടെ അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റുമായിട്ടാണ് ഞങ്ങൾ ഡൽഹിയിൽ വന്നത്. അപ്പോൾ പൂർണ്ണമായും ഒരു ജനാധിപത്യപരമായ നിലയിലുള്ള ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി ലിസ്റ്റ് ഡൽഹിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ് ചരിത്രത്തിലെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ 3 പേരെ കൂടി ഉൾപ്പെടുത്തിയത് ആദ്യത്തെ സംഭവമാണ്. അതോടുകൂടി കുറെ കൂടി സജീവമായ ചർച്ചകൾ നടന്നു. അങ്ങനെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് അന്തിമമായ പട്ടിക വന്നപ്പോൾ അതിന് ഒരു ജനാധിപത്യ സ്വഭാവം ഉണ്ടായിരുന്നു. വളരെ നല്ല നിലയിലുള്ള ഒരു ലിസ്റ്റ് അന്തിമ രൂപം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ വിശ്വാസം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും ഈ സ്ഥാനാർത്ഥി പട്ടികയെ ഹാർദവമായി സ്വാഗതം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഈ പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികമാണ്. ഏത് അഭിപ്രായ വ്യത്യാസമുണ്ടായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചാൽ എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാരമ്പര്യമാണ് എന്നുമുള്ളത്. ഇപ്പോഴും ആ പാരമ്പര്യം തുടരുന്നതാണ്. സ്വാഭാവികമായും കോൺഗ്രസിന് ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോഴല്ല, പണ്ടും ഉണ്ടാകാറുണ്ട്. പക്ഷേ അന്തിമമായി ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി രംഗത്തിറങ്ങി ജനങ്ങളുടെ പിന്തുണ തേടുക എന്നുള്ളതാണ് എപ്പോഴത്തെയും സമീപനം. 9 വർഷം KPCC പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് ഞാൻ. ആ കാലഘട്ടങ്ങളിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെയും ഞാൻ നേരിട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് പാർട്ടിയുടെ ഐക്യമായിരുന്നു. പാർട്ടിയുടെ നിലനിൽപ്പും പാർട്ടിയുടെ ഐക്യവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമിതി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റാനാണ് പരമാവധി ശ്രമിച്ചിട്ടുള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ആരും പുറംതിരിഞ്ഞു നിന്നിട്ടില്ല. എല്ലാവരും യോജിച്ച് മുന്നോട്ട് പോകാൻ ഞാനെടുത്ത നിലപാട് എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആ നിലപാടാണ് ഞാൻ ഇതപര്യന്തം എടുത്തിട്ടുള്ളത്. KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിലും എൻ്റെ നിലപാട് തന്നെയായിരുന്നു. ആ നിലപാടാണ് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. കാരണം ഇന്ന് ദേശീയ തലത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF അധികാരത്തിൽ വരേണ്ടത് ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വിജയം ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റം അത് ഉണ്ടാക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പം അതുകൊണ്ട് കേരളത്തിലെ UDFൽ ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ആളുകളും യോജിച്ച് ഒരഭിപ്രായ വ്യത്യാസവുമില്ലാതെ രംഗത്തിറങ്ങേണ്ട സമയമായിരിക്കുന്നു. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഹൈക്കമാൻഡ് പുറത്തുവിട്ടാൽ അത് എല്ലാ പാർട്ടിക്കാരും അതനുസരിച്ച് മുമ്പോട്ട് പോകണമെന്ന് ദില്ലിയിൽ ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ രമേശ് ചെന്നിത്തല പറയുകയായിരുന്നു. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ അത് അംഗീകരിക്കാൻ എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും ബാധ്യതയുണ്ടെന്ന് VM സുധീരൻ. എല്ലാം തികഞ്ഞതായിരിക്കില്ല സ്ഥാനാർത്ഥി പട്ടിക. മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങളിൽ നിന്ന് താൻ പിറകോട്ട് പോകില്ലെന്നും VM സുധീരൻ. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തലത്തിലുള്ള അഭിപ്രായങ്ങളും സമാഹരിക്കുന്നതിനും ആരായുന്നതിനും ഹൈക്കമാൻഡ് ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. എല്ലാ ഭാഗത്തു നിന്നും അഭിപ്രായങ്ങളും കേട്ട് പാർട്ടിയെയും കേരളത്തിലെ മുന്നണിയെയും നല്ല രീതിയിൽ മുന്നോട്ട് നീക്കുന്നതിന് വ്യക്തമായ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ തീരുമാനം എന്തു തന്നെയായാലും അത് അംഗീകരിക്കാനുള്ള ബാധ്യത ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ചർച്ച പൂർത്തിയായെന്നും പട്ടിക ഇന്ന് വരുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. മുഖ്യമന്ത്രി മത്സരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ട് പ്രതികരിക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഒരാഴ്ച ഡൽഹി ചർച്ചയുണ്ടായിരുന്നു. ചർച്ചയെല്ലാം പൂർത്തിയാക്കി
ഇന്ന് ലിസ്റ്റ് വരും. ഇന്ന് ലിസ്റ്റ് വരും. ഇന്ന് ലിസ്റ്റ് വരും. ഇന്ന് ലിസ്റ്റ് വരും. പുതുപ്പള്ളി ആരുമായിട്ട് എന്ത് ചർച്ച? എന്ന വഴി ലിസ്റ്റ് വന്നു കഴിഞ്ഞ് ഞാൻ പ്രതികരിക്കും. കൊച്ചിയിൽ ഉമ്മൻചാണ്ടി മടങ്ങിയെത്തിയ ഉടനെ എ ഗ്രൂപ്പ് നേതാക്കൾ യോഗം ചേർന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ട എന്ന നിലപാടാണ് എ ഗ്രൂപ്പ് നേതാക്കൾ കൈക്കൊണ്ടത്. മത്സരത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തയ്യാറാണെന്ന് ബെന്നി ബെഹനാനും KC ജോസഫും ഉമ്മൻചാണ്ടി അറിയിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, എപ്പോഴായിരുന്നു ഇവർ യോഗം ചേർന്നത്? യോഗത്തിലെ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. മറ്റു വിശദാംശങ്ങൾ. ധന്യ, ഇന്ന് രാവിലെയാണ് ഒരാഴ്ചത്തെ ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. ഈ വിമാനത്താവളത്തിലെത്തിയപ്പോൾ എ ഗ്രൂപ്പ് നേതാക്കളായ മന്ത്രിമാരായ കെ ബാബു, KC ജോസഫ്, MLA മാരായ ബെന്നി ബെഹനാൻ, ഡൊമിനിക് പ്രസന്റേഷൻ എന്നിവർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ടു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ഇവർ ഏകദേശം 15 മിനിറ്റ് നേരമാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ ഡൽഹിയിലെ തീരുമാനങ്ങളെല്ലാം മുഖ്യമന്ത്രി ഇവരെ അറിയിക്കുകയുണ്ടായി. അതായത് മന്ത്രി കെ ബാബു, അടൂർ പ്രകാശ് തുടങ്ങിയവർക്ക് സീറ്റിന്റെ കാര്യത്തിൽ അവരുടെ അനിശ്ചിതത്വം സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഉമ്മൻചാണ്ടി, ആ പ്രതിസന്ധി സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഉമ്മൻചാണ്ടി ഇവരെ അറിയിക്കുകയുണ്ടായി. ഇതിനുശേഷം ഉമ്മൻചാണ്ടി നേരെ പുതുപ്പള്ളിയിലേക്ക് പോവുകയായിരുന്നു. തുടർന്ന് ഈ എ ഗ്രൂപ്പ് നേതാക്കളെല്ലാം തന്നെ ആലുവ ഗസ്റ്റ് ഹൌസിൽ വെച്ചും കൂടിക്കാഴ്ച നടത്തിയ എ ഗ്രൂപ്പ് നേതാക്കൾ ഈ ഒരു യോഗത്തിലാണ് ഇത്തരത്തിൽ പ്രതിസന്ധിക്ക് പരിഹാരം തങ്ങൾ മാറി നിൽക്കുകയാണ് എങ്കിൽ തങ്ങൾ മാറി നിൽക്കാൻ തയ്യാറാണ് എന്ന് ബെന്നി ബെഹനാനും ഡൊമിനിക് പ്രസന്റേഷനും ഉമ്മൻചാണ്ടിയെ, മുഖ്യമന്ത്രിയെ അറിയിക്കുകയുണ്ടായി. അത്തരത്തിൽ അവരുടെ സന്നദ്ധത അവർ അറിയിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ടതില്ല എന്നാണ് ഉമ്മൻചാണ്ടിയുടെ നിലപാട്. അത് തനിക്ക് നേരെയുള്ള ഒരു ആക്രമണമായി തന്നെയാണ് ഉമ്മൻചാണ്ടി കാണുന്നത്. എന്തായാലും വലിയൊരു പ്രതിസന്ധിക്ക് ഇതുവരെ അയവ് വന്നിട്ടില്ല. എ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ടവരെല്ലാം തന്നെ ശക്തമായ നിലപാടിലാണ്. ഉമ്മൻചാണ്ടിക്ക് ശക്തമായ പിന്തുണയാണ് ഇവരെല്ലാം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാർത്തകളിലേക്ക്. കേരളത്തിലെത്തിയ ഉമ്മൻചാണ്ടി നേരെ പുതുപ്പള്ളിയിലേക്ക് പോയി. തിരക്കുള്ളവർ കേരളത്തിലേക്ക് മടങ്ങുമെന്ന സുധീരന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയോട് എത്ര തിരക്കുണ്ടെങ്കിലും ഞായറാഴ്ച പുതുപ്പള്ളിയിലെത്തുമെന്ന മറുപടിയാണ് നൽകിയത്. ഡൽഹിയിലെ ചർച്ച പൂർത്തിയാക്കിയാണ് ഞാൻ പോന്നിരിക്കുന്നത്. ഇന്ന് ലിസ്റ്റ് അവിടെ അനൗൺസ് ചെയ്യും. ലിസ്റ്റ് വന്നതിന് ശേഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും കടക്കത്തില്ല. ഞാൻ ഇത് സംബന്ധിച്ച് ഒന്നും പ്രതികരിക്കത്തില്ല. കാരണം പാർട്ടിയിലെ ഉള്ളിലെ ഒരു ചർച്ചയാണ്. സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പം അതിനകത്ത് ഞാൻ ഒരു പ്രതികരണവും ഉണ്ടാവില്ല. പിന്നെ ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങളോട് സംസാരിക്കാം. ഞാൻ ഞായറാഴ്ച എവിടെയായിരുന്നാലും ഞാൻ ഇവിടെ വരും. അതാണ് എൻ്റെ തിരക്ക്. ഇവരെ കാണുക എന്നുള്ളതാണ്. അതിനാണ് ഞാൻ വന്നത്. ഇവരെ കണ്ട് ഇവരുടെ കാര്യങ്ങളുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ മറ്റു ചില പരിപാടികൾ പിന്നെ ചർച്ചകളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് ഞാൻ പോന്നിരിക്കുന്നത്. കോൺഗ്രസിലെയും UDF-ലും സീറ്റ് തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ UDF യോഗം ബുധനാഴ്ച ചേരും. ഇതിനിടെ ഉമ്മൻചാണ്ടി അല്ലാതെ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്ന് ലീഗ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ദിനകർ ചേരുന്നു. ദിനകർ, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. കോൺഗ്രസിനുള്ളിൽ പ്രതിസന്ധി രൂക്ഷമായി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ബുധനാഴ്ച UDF യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നേരത്തോടുകൂടി പുറത്തുവരും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ ഒരുപക്ഷെ അടൂർ പ്രകാശിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക എന്നും അറിയുന്നു. അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഏത് രീതിയിൽ അതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ പരിഗണിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നീക്കം എന്തായിരിക്കും എന്നുള്ളതും ഈ പട്ടിക വന്ന ശേഷമായിരിക്കും വ്യക്തമാവുക. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇക്കാര്യം അവർ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുമുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ മാറ്റാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ മാറ്റിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ തിരിച്ചടി നേരിടും എന്ന നിലപാടാണ് ലീഗ് നേതൃത്വം ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജോണി നെല്ലൂർ ഇപ്പോൾ രാജിവെച്ച ഒരു സാഹചര്യവുമുണ്ട്. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ
ചെയർമാൻ സ്ഥാനം അദ്ദേഹം രാജിവെച്ച ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. UDF ഉന്നതാധികാര സമിതിയിൽ നിന്നും അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. കോൺഗ്രസിനുള്ളിൽ പ്രതിസന്ധി മൂർച്ഛിക്കുന്ന പശ്ചാത്തലത്തിൽ UDF യോഗവും നിർണായകമാകും. പല സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ഘടകകക്ഷികളുമായും തർക്കം ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ബുധനാഴ്ച യോഗം ചേരുന്നത്. ധന്യ. വാർത്തകളിലേക്ക്. JDUമായുള്ള സീറ്റ് വിഭജനം പൂർത്തിയാകും മുൻപേ അമ്പലപ്പുഴയിൽ JDU സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ. JDU സ്ഥാനാർത്ഥി ഷെയ്ഖ് പി ഹാരിസിന്റെ പോസ്റ്ററുകളാണ് അമ്പലപ്പുഴ മണ്ഡലത്തിൽ പ്രചരിച്ചിരിക്കുന്നത്. ഷെയ്ഖ് പി ഹാരിസ് മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിട്ട് കണ്ടുകൊണ്ടുള്ള പ്രചരണവും ആരംഭിച്ചു. ഇത് അമ്പലപ്പുഴയിലെ കോൺഗ്രസ് നേതാക്കളിൽ അതൃപ്തിക്കിടയാക്കി. കോൺഗ്രസിൽ നിന്ന് ഷാനിമോൾ ഉസ്മാനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തൃശൂരിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. നിർദ്ദേശങ്ങൾ പാടെ അവഗണിച്ചതോടെ DCC പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ട് മന്ത്രി CN ബാലകൃഷ്ണൻ രംഗത്തെത്തി. തർക്കത്തെ തുടർന്ന് തൃശൂർ ജില്ലയിലെ I ഗ്രൂപ്പ് പിളർന്നു. 2 സീറ്റുകൾ പിടിച്ചെടുത്ത സുധീരപക്ഷത്തിനെതിരെ AI ഗ്രൂപ്പുകളിൽ പ്രതിഷേധം ശക്തമായി. സ്ഥാനാർത്ഥി നിർണയത്തിൽ വൻ തിരിച്ചടി നേരിട്ടതോടെയാണ് തൃശൂർ ജില്ലയിലെ I ഗ്രൂപ്പ് പിളർപ്പിലേക്ക് നീങ്ങുന്നത്. മുതിർന്ന I ഗ്രൂപ്പ് നേതാവ് മന്ത്രി CN ബാലകൃഷ്ണൻ മുമ്പോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് നേതൃത്വം പരിഗണന നൽകിയില്ല. വടക്കാഞ്ചേരിയിൽ അജിത് കുമാർ, തൃശൂരിൽ TV ചന്ദ്രമോഹൻ, ചാലക്കുടിയിൽ ജോസ് വള്ളൂർ എന്നിവരെ സ്ഥാനാർത്ഥികളാക്കണമെന്നായിരുന്നു മന്ത്രിയുടെ ആവശ്യം. എന്നാൽ ഇവരിൽ ഒരാൾക്ക് പോലും സീറ്റ് ലഭിച്ചില്ല. മാത്രമല്ല, മന്ത്രി എതിർത്തിരുന്ന അനിൽ അക്കരിക്ക് വടക്കാഞ്ചേരിയിൽ സീറ്റ് നൽകാൻ ധാരണയായി. ഒല്ലൂരിൽ സിറ്റിംഗ് MLA MP വിൻസെന്റിനെ മാറ്റി നിർത്തണമെന്ന മന്ത്രി CN ബാലകൃഷ്ണന്റെ ആവശ്യം നിരാകരിച്ച ഒല്ലൂരിൽ തന്നെ വിൻസെന്റിനെ പരിഗണിച്ചു. ഇതും കടുത്ത അതൃപ്തിക്ക് കാരണമായി. ഇതോടെ DCC പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ട മന്ത്രി CN ബാലകൃഷ്ണൻ രംഗത്തെത്തി. MP വിൻസെന്റിന്റെ നേതൃത്വത്തിൽ I ഗ്രൂപ്പിലെ മറ്റൊരു വിഭാഗം ഇതിനെ ചോദ്യം ചെയ്തതോടെ ഗ്രൂപ്പ് പിളർപ്പിലെത്തി. ഗ്രൂപ്പുകൾ നിർദ്ദേശിച്ച TJ സനീഷ് കുമാറിനെ ഒഴിവാക്കി സുധീരപക്ഷത്തിന്റെ സുന്ദരൻ കുന്നത്തുള്ളിക്കാണ് പുതുക്കാട് സീറ്റ് നൽകിയത്. ജില്ലയിൽ 2 സീറ്റുകൾ പിടിച്ചെടുത്തതോടെ സുധീര വിഭാഗത്തിനെതിരെ ഇരു ഗ്രൂപ്പുകളും രംഗത്തെത്തി. വടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള സീറ്റുകളിലെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ DCC ഭരണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് I ഗ്രൂപ്പിലെ പ്രബല വിഭാഗത്തിന്റെ തീരുമാനം. ഇതോടെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ തലവേദന ഇരട്ടിയായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നിൽ സാമുദായിക നേതാക്കൾ ഇടപെട്ടതായി കോൺഗ്രസ് പ്രവർത്തകർ. വെള്ളാപ്പള്ളിയെ വിമർശിച്ച ആലപ്പുഴ DCC പ്രസിഡന്റിന് സീറ്റ് നൽകാത്തതിനു പിന്നിൽ ചില ഗൂഢശക്തികൾ ഇടപെട്ടതായും ഇതിൽ ശക്തമായി പ്രതികരിക്കുന്നുവെന്നും പ്രവർത്തകർ പറഞ്ഞു. ആഭ്യന്തരമന്ത്രിയും തന്റെ ഗ്രൂപ്പ് നേതാവുമായ രമേശ് ചെന്നിത്തലയെ പരസ്യമായി അപമാനിച്ചതിനെതിരെയാണ് ആലപ്പുഴ DCC പ്രസിഡന്റ് A. ഷുക്കൂർ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. പിന്നീട് SNDP ജനറൽ സെക്രട്ടറിക്കെതിരെ ആലപ്പുഴ DCC എടുത്ത തീരുമാനം KPCC പ്രസിഡന്റിന്റെയും പൂർണ്ണ പിന്തുണ ലഭിച്ചു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഷുക്കൂറിന്റെ പേരും ജില്ലയിൽ സജീവ ചർച്ചാ വിഷയമായിരുന്നു. ഷുക്കൂറിന് ആലപ്പുഴ ജില്ലയിൽ സീറ്റ് നൽകാൻ പാടില്ല എന്ന് ശക്തമായ നിലപാട് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായതായാണ് സൂചന. ഷുക്കൂറിന് സീറ്റ് നൽകിയാൽ ഹരിപ്പാട് മണ്ഡലത്തിൽ SNDP ചെന്നിത്തലയെ സഹായിക്കില്ല എന്ന് ഭീഷണിയും മുഴക്കി. ഇതാണ് ആലപ്പുഴ DCC പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിത്വം തള്ളിക്കളയാൻ കാരണമായത്. അതായത് ശ്രീനാരായണീയരുടെ സമൂഹം തിരിച്ചറിയും. ശ്രീനാരായണ ധർമ്മവും ശ്രീനാരായണ ദർശനവും ഉൾക്കൊള്ളുന്നവർ അത്തരം കാര്യങ്ങൾ തിരിച്ചറിയും. എന്നാൽ ഈ കച്ചവടക്കാരുടെ പതനവുമായിരിക്കും. നേരത്തെ അമ്പലപ്പുഴ സീറ്റ് JDUവിന് നൽകാനുള്ള തീരുമാനം മാറ്റാൻ കാരണവും ആലപ്പുഴ DCCയുടെ പ്രതിഷേധമായിരുന്നു. പിന്നീട് ഷുക്കൂർ സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന ലഭിച്ചു. PDJSയുമായി കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ആലപ്പുഴ സ്ഥാനാർത്ഥി നിർണയമായി ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. മതനേതാവിന് വേണ്ടി സ്വന്തം ഗ്രൂപ്പുകാരനായ DCC പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുത്തിയതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. 2005 തിരുവനന്തപുരം ലോക്സഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CK പത്മനാഭന്റെ തോൽവിക്ക് കാരണം BJP നേതാക്കൾ പണം വാങ്ങി വോട്ട് മറിച്ചതുമൂലമെന്ന് അന്വേഷണ റിപ്പോർട്ട് പീപ്പിൾ TV പുറത്തുവിട്ടു. അഡ്വക്കേറ്റ് പത്മകുമാർ, സുരേന്ദ്രൻ, MS കുമാർ, PK കൃഷ്ണദാസ്, പ്രൊഫസർ നാരായണൻ നായർ തുടങ്ങിയ 47 പേർ UDFന് വേണ്ടി പ്രവർത്തിച്ചെന്നും മോഹൻ ശങ്കർ അധ്യക്ഷനായ 3-അംഗ കമ്മീഷൻ കണ്ടെത്തി. KC വേണുഗോപാൽ, ശിവകുമാർ എന്നിവരുടെ BJP ബന്ധവും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. 2005 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CK പത്മനാഭന്റെ തോൽവിക്ക് കാരണം വോട്ട് ചോർച്ചയും വോട്ട് കച്ചവടവുമാണെന്ന് തോൽവിയെക്കുറിച്ച് അന്ന് അന്വേഷണം നടത്തിയ മോഹൻ ശങ്കർ അധ്യക്ഷനായ 3-അംഗ സമിതി കണ്ടെത്തിയിരുന്നു.
RSS സംവിധാനം തെരഞ്ഞെടുപ്പിൽ നിഷ്ക്രിയമായിരുന്നുവെന്നും അന്നത്തെ BJP ദേശീയ സെക്രട്ടറി L. ഗണേഷ് RSS പ്രവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും രംഗത്തുണ്ടായിരുന്നുവെന്നും കമ്മീഷന് മുമ്പാകെ ചില പ്രമുഖ നേതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിന് കോഴ ആവശ്യപ്പെട്ട PP മോഹനൻ പാർട്ടി പ്രവർത്തകർക്കാണെങ്കിൽ 20 ലക്ഷവും മറ്റുള്ളവർക്ക് 25 ലക്ഷവും ആവശ്യപ്പെട്ടുവെന്ന് കമ്മീഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. അഡ്വക്കേറ്റ് പത്മകുമാർ, സുരേന്ദ്രൻ, MS കുമാർ, PK കൃഷ്ണദാസ്, പ്രൊഫസർ നാരായണൻ നായർ തുടങ്ങിയ 47 പേർ UDFിന് വേണ്ടി പ്രവർത്തിച്ചുവെന്നും മോഹൻ ശങ്കർ അധ്യക്ഷനായ 3 അംഗ കമ്മീഷന്റെ സുപ്രധാന കണ്ടെത്തലുകൾ. KC വേണുഗോപാൽ, ശിവകുമാർ എന്നിവരുടെ BJP ബന്ധവും തെരഞ്ഞെടുപ്പ് വേളയിൽ ഇവർ BJP പ്രാദേശിക നേതാക്കളുടെ വീടുകളിൽ രഹസ്യയോഗങ്ങളിൽ പങ്കെടുത്തുവെന്ന് തെളിവുകൾ സഹിതം കമ്മീഷൻ റിപ്പോർട്ട് വിമർശിക്കുന്നു. വഞ്ചിയൂരിൽ BJP നേതാവിന്റെ വീട്ടിൽ നടന്ന കുടുംബയോഗത്തിൽ KC വേണുഗോപാൽ പങ്കെടുത്തു. KG മാരാരുടെ കാലത്തെ കോലീബി സഖ്യം തുടർന്നതാണ് BJPയുടെ തകർച്ചയ്ക്ക് കാരണമെന്നും തിരുത്തപ്പെടേണ്ട കാര്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം കമ്മീഷൻ റിപ്പോർട്ടിലെ ആരോപണ വിധേയരായ നേതാക്കൾ ഇക്കുറി മത്സരത്തിനുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആരാധകർ കാത്തിരുന്ന സ്റ്റൈൽ മന്നൻ ചിത്രം കവ്വാലി റിലീസിനൊരുങ്ങി. അധോലോക നായകനായ രജനി എത്തുന്ന ചിത്രത്തിൽ രാധിക ആപ്തയാണ് നായിക. രഞ്ജിത്ത് ഒരുക്കുന്ന ചിത്രം അടുത്ത മാസം തിയേറ്ററുകളിലെത്തും. எப்போ வருவே எப்படி வருவேன்னு யாருக்கும் தெரியாது. ஆனா வர வேண்டிய நேரத்துல கரெக்டா வரும். തമിഴകം ഒരുങ്ങിയിരിക്കുകയാണ്. സ്റ്റൈൽ മന്നന്റെ 159ാമത്തെ ചിത്രം കബലിയെയും കാത്ത്. ചിത്രത്തിൽ ചെന്നൈ മാഫിയ ഡോൺ കബലീശൻ എന്ന കഥാപാത്രത്തെയാണ് രജനി അവതരിപ്പിക്കുന്നത്. ചെന്നൈയിലെ മൈലാപ്പൂരിൽ നിന്ന് മലേഷ്യയിലെത്തുന്ന അധോലോക നായകൻ. പക്ഷേ ചിത്രത്തിനായി ആരാധകർ ഇനിയും കാത്തിരുന്നേ പറ്റൂ. കയ്യിൽ കിട്ടിയ അൺഒഫീഷ്യൽ ടീസറും മോഷൻ പോസ്റ്ററും ചിത്രങ്ങളും വെച്ച് ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മദ്രാസ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ രഞ്ജിത്ത് ഒരുക്കുന്ന ചിത്രത്തിൽ രജനികാന്തിന്റെ നായികയായെത്തുന്നത് രാധിക ആപ്തയാണ്. ഒരു അധോലോക നായകനായി രജനി എത്തുന്ന ചിത്രത്തിൽ ശക്തമായ വേഷം തന്നെയാണ് രാധികയും ചെയ്യുന്നത്. രഞ്ജിത്തിന്റെ 2ാമത്തെ ചിത്രമാണ് കബലി. കാർത്തിയെ നായകനാക്കി ആദ്യമൊരുക്കിയ മദ്രാസാണ് ആദ്യ ചിത്രം. ചിത്രത്തിൽ സാക്ഷാൽ ജെറ്റ്ലി വില്ലനായി എത്തുമെന്നായിരുന്നു ആദ്യ വാർത്തകൾ. ജെറ്റ്ലിക്ക് പകരം തൈവാനീസ് താരം വിൻസെന്റ് ചാവോ വില്ലനാകുമെന്നായിരുന്നു അടുത്ത പ്രചാരണം. അതിനുശേഷം പ്രകാശ് രാജിന്റെ പേരുകളും കേട്ടു. കിഷോർ, കലയർസൻ, ദിനേശ്, ധൻസിക, ഋത്തിക് എന്നിവർ ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ചിത്രത്തിലെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് സന്തോഷ് നാരായണനാണ്. 130 കോടി മുതൽ മുടക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ചിത്രീകരണം പൂർത്തിയായ കബലി മെയ് അവസാനം തിയേറ്ററുകളിലെത്തും. എന്റർടൈൻമെന്റ് ഡെസ്ക്, പീപ്പിൾ TV.